അരുൺ, ഈ വലിയ തോതിൽ ചർച്ചകൾ നടക്കേണ്ട സാഹചര്യം തന്നെയാണ് LDF-ൽ. CPM-ലായിക്കോട്ടെ CPI-ലായിക്കോട്ടെ സെക്രട്ടറിമാർക്കെതിരെയുള്ള ശബ്ദങ്ങൾ ഉയരുന്നതും സ്വാഭാവികം. എന്താണെങ്കിലും ബിനോയ് വിശ്വം സൂചിപ്പിച്ചതുപോലെ മാറത്തടിച്ച് നിലവിളിക്കുക എന്നുള്ളതല്ല, പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്താണ് ഈ നേതൃയോഗങ്ങളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോഴും അതിനുമുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായപ്പോഴും ഒക്കെ CPM പറഞ്ഞത് തന്നെയാണ് പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തും. പക്ഷേ ആ തിരുത്തൽ ഉണ്ടായിട്ടില്ല എന്ന ബോധ്യം ജനങ്ങൾക്ക് ഉള്ളതുകൊണ്ടാകാം ഇത്തരം വലിയൊരു തിരിച്ചടിയിലേക്ക് ഇടതുമുന്നണി വീണത്. ഏതായാലും ഇപ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി എക്സിക്യൂട്ടീവും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPM ഓരോ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അതിൻ്റെ ഒരു പ്രാഥമിക വിലയിരുത്തലിലേക്ക് അടക്കം എന്താണ് തോൽക്കാനുള്ള സാഹചര്യം. വലിയ തുടർഭരണത്തിലേക്ക് പോകുമെന്ന് വലിയ പ്രതീക്ഷ അവസാന നിമിഷം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പാർട്ടിയും അതിൽ വിശ്വസിച്ചു. പക്ഷേ അതല്ല ഉണ്ടായത്. പാർട്ടി കോട്ടകൾ പോലും തകർത്ത് കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് UDF നടത്തിയത്. കണ്ണൂരിലും കാസർഗോഡും ഒരു കാലത്തും നഷ്ടപ്പെടാത്ത CPM-ന്റെ ഉരുക്ക് കോട്ടകളാണ് വലിയ ഭൂരിപക്ഷത്തിൽ എതിരാളികൾ, ചിലയിടത്തൊക്കെ CPM-ന്റെ വിമതർ തന്നെ പിടിച്ചെടുത്തത്. സംസ്ഥാനത്തൊട്ടാകെ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം ഏകീകരണമായി കാണാൻ കഴിയാത്ത തരത്തിൽ എല്ലാ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും അത്തരത്തിൽ വലിയൊരു മേൽക്കൈ UDF-ന് ലഭിച്ചു. BJP 3 സീറ്റുകളിൽ വിജയിച്ചു. ഇതെന്തുകൊണ്ടെന്ന ചർച്ച CPM നടത്തുകയാണ്. പാർട്ടി സെക്രട്ടറിമാർക്കെതിരെ കൂടി വലിയ കലാപം, സമാനതകളില്ലാത്ത, നേരത്തെയൊന്നും ഒരു ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കലാപം ഇപ്പോൾ പ്രാദേശിക ഘടകങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നടക്കുകയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയും മാറണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. CPI നേതൃയോഗങ്ങളിലും ഈ വികാരം ഉയർന്നു വന്നേക്കാം. മറ്റൊരു കാര്യം, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് തീരുമാനിക്കാനുള്ളത് ആര് പ്രതിപക്ഷത്തെ നയിക്കുമെന്നുള്ളതാണ്. അത്ര പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയനെയൊക്കെ മാറ്റി നിർത്തിയാൽ അധികം നേതാക്കളില്ല. പിന്നീട് KN ബാലഗോപാൽ കേന്ദ്ര കമ്മിറ്റി അംഗവും 2 സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ മുഹമ്മദ് റിയാസും സജി ചെറിയാനുമാണ് ഉള്ളത്. ഇതിൽ ആരാണ് പ്രതിപക്ഷം നയിക്കാൻ പോകുന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. അദ്ദേഹം ചുരുങ്ങിയ കാലത്തെങ്കിലും പ്രതിപക്ഷ നേതാവായിരുന്നുകൊണ്ട് മുന്നണിക്കുണ്ടായ വലിയ നാണക്കേട്, തിരിച്ചടി മറികടക്കാൻ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു ശ്രമം, പ്രതിപക്ഷം പൊതുവിൽ ദുർബലമെന്ന ഒരു പ്രതീതി ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. 102 അംഗ ഭരണപക്ഷം വരുമ്പോൾ 3 BJP അംഗങ്ങൾ വരുമ്പോൾ അവിടെ തലപ്പൊക്കമുള്ള നേതാക്കളുടെ എണ്ണം പ്രതിപക്ഷ ബെഞ്ചിൽ കുറവാകും. അവിടെ പിണറായി കൂടി മാറി നിന്നാൽ എന്തെന്ന ചോദ്യം CPM-നെ അലട്ടുന്നുണ്ട്. പക്ഷേ പിണറായിക്കെതിരായ വലിയ വികാരം കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നതും CPM സമ്മതിച്ചില്ലെങ്കിലും അത്തരം ഒരു വസ്തു കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താകും തീരുമാനമെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ചേരുന്ന സെക്രട്ടറി യോഗത്തിൽ പക്ഷേ ആര് പ്രതിപക്ഷ നേതാവ് ആകുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയുണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.